ഒരിക്കൽ ഖുറൈശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലീദ് ബിൻ മുഗീറയുണ്ട്, അംർ ബിൻ ഹിഷാം എന്ന് പറഞ്ഞ അബീ ജഹലുണ്ട്. ഇവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം വരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെറിയൊരു നീരസമുണ്ടാക്കി. നബിയുടെ മുഖം ചുളിഞ്ഞുപോയി. പ്രധാനപ്പെട്ട ആളുകളുമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ അജ്മഈൻ. പ്രവാചക അനുചരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. പ്രവാചകന്റെ ആദ്യത്തെ പാഠശാലയായ ദാറുൽ അർഖമിൽ നിന്ന് ഇസ്ലാം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അന്ധനായിരുന്ന സഹാബിയായിരുന്നു അദ്ദേഹം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അമ്മാവൻ്റെ മകന് കൂടിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധിയായി അയച്ച മുസ്അബ് ബിൻ ഉമൈറിന് ശേഷം മദീനയിലെത്തിയ രണ്ടാമത്തെ ആളാണ് അബ്ദുള്ള. മദീനയിലെത്തി പ്രവാചക തിരുമേനി മദീനയിൽ നിന്ന് എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ മദീനയുടെ ചുമതല പല സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. നബിയുടെ ബാങ്കുവിളിക്കാരൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മദീന പള്ളിയിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കും, ഉമ്മി മക്തൂം ഇഖാമത്ത് കൊടുക്കും. നേരെ തിരിച്ചും ഉമ്മി മക്തൂം ബാങ്ക് വിളിച്ചാൽ ഇഖാമത്ത് കൊടുക്കാറുള്ളത് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദാ ഇഴകിച്ചേർന്ന് ജീവിച്ച ഒരു പ്രകൃതമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖുറൈശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലീദ് ബിൻ മുഗീറയുണ്ട്, അംർ ബിൻ ഹിഷാം എന്ന് പറഞ്ഞ അബീ ജഹലുണ്ട്. ഇവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടേക്ക് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം വരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചെറിയൊരു നീരസമുണ്ടാക്കി. നബിയുടെ മുഖം ചുളിഞ്ഞുപോയി. പ്രധാനപ്പെട്ട ആളുകളുമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് താങ്കൾ എനിക്കും പഠിപ്പിച്ചു തരിക. അത് നബിക്ക് ഒരു നീരസമുണ്ടാക്കിയ പ്രവർത്തനമായിരുന്നു. പക്ഷെ അതിനെ ഖുർആൻ കൈകാര്യം ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവൃത്തിയെ ശാസിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ജിഹാദ് ചെയ്യുവാനുമൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. ബദറിൽ പങ്കെടുത്ത ആളുകളും അല്ലാത്തവരും സമന്മാരാവുകയില്ല എന്ന് അള്ളാഹു അറിയിച്ച സന്ദർഭത്തിൽ വളരെ സങ്കടത്തോടു കൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം വരുന്നുണ്ട്. ഞാൻ അന്ധനാണ്, എനിക്ക് ഇത്തരം യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഞാൻ എന്താണ് ചെയ്യുക? ഈ വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ അവരും ഇതിൽ ഉൾപ്പെടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, ശാരീരികമായ അവശതകളുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല, അവരും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തവരെ പോലെയാണ് എന്ന് തിരുത്തുകയും അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖാദിസിയ യുദ്ധത്തിൽ പേർഷ്യ സാമ്രാജ്യം ഇസ്ലാമിക സമൂഹത്തിനോട് നിരവധി തവണ കലഹങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ അവരോട് പോരാടാൻ ഖലീഫ തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയൊരു സൈന്യത്തെ, 20,000-ഓളം വരുന്ന സഹാബികളുടെ ഒരു സൈന്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഖാദിസിയയിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ സേനാനായകൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ പോരാട്ടത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്ത ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ പതാകവാഹകനായി ഞാൻ മുന്നിൽ നിൽക്കാം, ഞാൻ കൊടിയേന്താം, ഒരിക്കലും അന്ധനായതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞോടുകയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ ആ ദൗത്യം ഏൽപ്പിക്കാമെന്നാണ്. അങ്ങനെ വളരെ ധീരനായി ഉമ്മി മക്തൂം രണാങ്കണത്തിൽ പോരാടുകയും കൊടിപിടിച്ച് മുന്നേറുകയും ചെയ്തു. ആ യുദ്ധം 3 ദിവസം തുടർച്ചയായി നടന്ന
ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ ഒരു പോരാട്ടമായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഖാദിസിയയുടെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായി വീഴുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കിടക്കുന്നത് ആ ഏൽപ്പിച്ച കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്നതായി രീതിയിലാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായത്. ബന്ധനായി ധാരാളം പരിമിതികളുള്ള അദ്ദേഹം പോരാട്ടത്തിലും കർമ്മപഥത്തിലും ഇസ്ലാമിക പ്രബോധനത്തിലും അതുപോലെ തന്നെ ഇസ്ലാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും മറ്റെല്ലാ സഹാബികളെക്കാളും മികവ് പുലർത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോട് വലിയ വാത്സല്യമുണ്ടായിരുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുമ്പോൾ ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് നബി തിരുമേനി ആലിംഗനം ചെയ്യുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മി മക്തൂം എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഒരു സന്തത സഹചാരിയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി വലിയ ത്യാഗങ്ങളും അതുപോലെ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ സമർപ്പണവും പ്രകടിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഗുണപാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകിയ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.